എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മളിന്ന് റാഗി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ 1.5 കപ്പ് റാഗി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പച്ചരിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഉഴുന്നും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഈ റാഗിയിൽ നല്ലപോലെ പൊടിയും അഴുക്കും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ വൃത്തിക്ക് കഴുകിയെടുക്കണം. അതിൻ്റെ എല്ലാ പൊടിയും നമ്മൾ മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി സെപ്പറേറ്റ് ആദ്യം എടുത്തിട്ട് ഒരു 7-8 വെള്ളത്തിൽ അത് കഴുകിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്ത് വീണ്ടും കഴുകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ആദ്യമേ തന്നെ കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഇതിന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഒരു വെള്ളത്തിൽ കഴുകിയപ്പോൾ തന്നെ ഇത്രത്തോളം അഴുക്കാണ് വരുന്നത്. ഒരുപാട് പൊടിയോ അഴുക്കുണ്ട്. അപ്പോൾ വൃത്തിക്ക് കഴുകിയെടുത്ത് നല്ലപോലെ ഇത് മാറ്റിയെടുക്കണം. ഇപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 10-11 വെള്ളത്തിലേക്ക് നമ്മൾ കഴുകിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പം നല്ലപോലെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ കഴുകിയെടുക്കണം. എല്ലാ പൊടിയും നമ്മൾ മാറ്റിയെടുക്കണം. നമുക്ക് ഇതുപോലെ തന്നെ ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ചു തരാം. 5-6 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. അതിനുള്ള ടൈം ആകുമ്പോഴേക്കും ഒരു 1/2 കപ്പ് അവലും കൂടെ എടുക്കുക. നമ്മളിപ്പോൾ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന അവലാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. ഇത് നേരത്തെ കുതിരാൻ ഇടണ്ട. നമ്മൾ ഈ അരയ്ക്കാൻ നേരത്തെ മാത്രം അതിനെ കുതിരാൻ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ കുതിരാൻ വയ്ക്കാം. ഇതിൽ കുറച്ചെടുത്ത് അരയ്ക്കാം. അപ്പം 2 സ്റ്റെപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും സാധനം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ അരച്ചിട്ടുണ്ട്. ഈ ഒരു അളവിനാണ് നമ്മൾ ഇഡ്ഡലി മാവിന് വേണ്ടി അരയ്ക്കുന്നത്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവല് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അവലൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം. കുതിർന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. കാരണം നമ്മൾ ഇഡ്ഡലി മാവിന്റെ ആ ഒരു പരുവത്തിന് അരയ്ക്കേണ്ടത്. അധികം വെള്ളം ആവശ്യമില്ല നമുക്ക്. നമ്മുടെ രണ്ടാമത് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു അളവിനാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചത്. ഒരുപാട് ലൂസല്ല. ഇഡ്ഡലി മാവിന് എങ്ങനെ അരയ്ക്കുമോ ആ ഒരു രീതിക്കാണ്. കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിങ്ങനെ തന്നെ പുറത്ത് തന്നെ ഇരുന്നോട്ടെ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇതിപ്പോൾ നമ്മൾ രാത്രിയാണ് അരച്ചത്. ഇനി നമ്മൾ ഇതുകൊണ്ട് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മളിതിനെ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. നല്ല പോലെ നമ്മുടെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിലുള്ളതിനെയെല്ലാം ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കുക.
നമ്മളിങ്ങനെ അടിയിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി കളയുമ്പോൾ അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്, പൊങ്ങി കളയാണ്ടിരിക്കാനാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മാവ് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്നലെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം ഇഡലി തട്ടെടുത്തിട്ട് അതിൽ നമ്മൾ നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ തട്ടിലും എണ്ണ തേച്ച് കൊടുക്കാം. നമ്മൾ വെച്ച വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ അടുത്ത തട്ടിൽ മാവ് മുഴുവൻ ഒഴിച്ചിട്ട് നമുക്ക് അതിനെയും നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കയ്യിലുള്ള ഇഡലി തട്ടെല്ലാം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനെ അടച്ചു കൊടുക്കാം. നല്ലപോലെ ആവി വരുമ്പോഴേക്കും നമുക്ക് അടപ്പ് തുറന്നു കൊടുക്കാം. ഇത് വെന്താൻ നോക്കാനായിട്ട് നമ്മളൊരു പച്ച ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പം മാവൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഇഡലി വെന്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനെ വേവിക്കുക. അപ്പം നമുക്കിപ്പോൾ എന്തായാലും ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തട്ട് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. കൈ പൊള്ളാണ്ട് സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു നല്ല തുണി എങ്ങാനും കൊണ്ട് പിടിച്ചാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. ഇനി ഇത് തണുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡലിയെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇളക്കിയെടുക്കാം. ഒത്തിരി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു, ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു, വിളർച്ച തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, പ്രമേഹ രോഗമുള്ളവർക്ക് പ്രമേഹത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മുടിയാണെങ്കിലും നമ്മുടെ സൗന്ദര്യമാണെങ്കിലും എല്ലാത്തിനും നല്ല രീതിക്ക് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ റാഗി. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റാഗി ഇഡലി റെഡി. നമുക്ക് ഇഡലിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും വീട്ടിൽ റാഗി ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളും നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നിർബന്ധിച്ച് കൊടുക്കുക, കാരണം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്